മലബാർ ഗ്രൂപ്പിന്റെ സാമൂഹിക പ്രതിബദ്ധതാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഭവനരഹിതരായ കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണം മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. കൊണ്ടോട്ടി വൈദ്യർ സ്മാരകത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങ് കൊണ്ടോട്ടി നിയോജകമണ്ഡലം MLA TP അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു. അർഹരായ ജനവിഭാഗങ്ങളിലേക്ക് കാരുണ്യത്തിന്റെ കൈത്താങ്ങെത്തിക്കാൻ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും മുന്നോട്ട് വരുന്നത് നാടിന്റെ പുരോഗതിക്ക് വലിയ കരുത്താകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജനങ്ങളുടെ ഇടയിൽ എത്രമേൽ വിശ്വാസ്യത നേടിക്കൊണ്ട് ഇന്ന് മലയാളികളുള്ളിടത്തൊക്കെ മലബാർ ഗോൾഡ് ഉണ്ട് എന്ന രീതിയിലുള്ള ഒരവസ്ഥ കൈവന്നത് ഏറെ സന്തോഷകരമാണ്. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് മലബാർ ഗോൾഡ് വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്. മലബാർ ഗോൾഡ് വളർന്നാൽ നമ്മുടെ നാട്ടിലെ നിരവധിയായ മനുഷ്യർക്ക് അതൊരു താങ്ങാണ്, ഒരു തണലാണ്. ഇവിടെ മലബാർ ഗോൾഡിൻ്റെ CSR പ്രോജക്റ്റ് കൊണ്ട് നടപ്പിലാക്കുന്ന നിരവധി പദ്ധതികളെ കുറിച്ചുള്ള പറഞ്ഞു. അതിലൊരു പദ്ധതി ഡിസൈൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു സംഘത്തിൽപ്പെട്ടയാളാണ് ഞാൻ. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ചടങ്ങിൽ പെരിന്തൽമണ്ണ ഷോറൂം ഹെഡ് അബ്ദുൽ നാസർ സ്വാഗതം പറഞ്ഞു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ജയ്സൽ എളമരം ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സാധാരണക്കാരായ മനുഷ്യർക്ക് സുരക്ഷിതമായ പാർപ്പിടം ഉറപ്പാക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിനെ പോലുള്ള പ്രസ്ഥാനങ്ങൾ കൈകോർക്കുന്നത് ഏറെ പ്രശംസനീയമാണെന്ന് അദ്ദേഹം തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. വിവിധ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. CPIM കൊണ്ടോട്ടി ലോക്കൽ സെക്രട്ടറി ഷാജു, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ഷാദി മുസ്തഫ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മലീഹ, പറമ്പാടൻ ഫസൽ എന്നിവർ ആശംസകൾ നേർന്നു. ട്രസ്റ്റിന്റെ ധനസഹായം അർഹരായ ഗുണഭോക്താക്കൾക്ക് ചടങ്ങിൽ വെച്ച് കൈമാറി. പരിപാടിയുടെ വിജയത്തിനായി സഹകരിച്ച എല്ലാവർക്കും കൊണ്ടോട്ടി ഷോറൂം ഹെഡ് അബ്ദുൾ റസാഖ് MA നന്ദിയും പറഞ്ഞു. ട്രസ്റ്റിന്റെ ഭാരവാഹികളും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് കൊണ്ടോട്ടി. വാർത്തകൾ നേരത്തെ അറിയാൻ Facebook പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.